Hey everyone, so welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ഒരു 2 days ഡേ ഇൻ മൈ ലൈഫ് ആണ്. സോ എനിക്ക് ഈ കുറച്ച് ഡേയ്സിലായിട്ട് അങ്ങനെ പ്രൊഡക്റ്റീവ് ഒന്നും ആവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. സോ വെനസ്ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 3 ദിവസം ലീവായിരുന്നു. തേഴ്സ്ഡേ ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൈഡേ ഒക്കെ ലീവായിരുന്നു. അപ്പോൾ വെനസ്ഡേ ആണ്. അപ്പോൾ വെനസ്ഡേ ഞാൻ സുവോളജി പഠിക്കുകയായിരുന്നു. നമുക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ മിസ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അങ്ങനെ എക്സാം കഴിഞ്ഞു. എനിക്ക് ഫുൾ മാർക്കൊക്കെ ഉണ്ടായിരുന്നു എക്സാമിന്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. പിന്നെ അതിന് ശേഷം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് തേഴ്സ്ഡേ ലീവ് കിട്ടിയിട്ടില്ലായിരുന്നു. തേഴ്സ്ഡേ ക്ലാസ് ഉണ്ടായിരുന്നു. ഫ്രൈഡേ പക്ഷേ ലീവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീക്കിലൊന്നും ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇത് നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് സുവോളജിയിൽ. അതിൽ ഫുൾ ഫൈലം ഒരു 12-11 ഫൈലം പഠിക്കാനുണ്ട്. അതിനൊക്കെ ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള ഭയങ്കര അവരുടേതായ ഒരു മെയിൻ ഫീച്ചർ ഉണ്ടാവില്ല. അതല്ലാതെ കോമൺ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് വോളിസ്റ്റിക്കുക. അപ്പോൾ എന്നിട്ട് എന്താ പറയുക, പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒന്ന് അങ്ങോട്ട് നോക്കും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ കറൻ്റ്ലി പഠിക്കുന്നത് ഫിസിക്സ് ക്ലാസ് ആണ്. അങ്ങനെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് നല്ല മടിയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ മൺഡേ അങ്ങനെ എന്താ പറയുക, ഒരു അടുത്ത സാറ്റർഡേ സൺഡേ വരെ എനിക്ക് നല്ല ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ലായിരുന്നു. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചതെന്നല്ലാതെ ഒരു ഹോൾ ഡേ ഞാൻ ഒട്ടും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഫീലിംഗ് അൺപ്രൊഡക്റ്റീവ് ആണ്. സോ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കിങ്ങനെ തോന്നുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് വേക്കിംഗ് അപ്പ് അറ്റ് 5:30 or 6 അങ്ങനെ എന്തെങ്കിലും ഒരു ടൈമായിട്ട് ഒരു വീക്ക് ചാലഞ്ച് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഡെയിലി വീഡിയോസ് അങ്ങനെ ഉണ്ടാവില്ല. കാരണം ചാലഞ്ച് ഒരു 1 വീക്കോളം ഞാൻ ചെയ്യാനാണ് വിചാരിച്ചത്. അതായത് എന്താ പറയുക, മോർണിംഗ് എണീക്കുന്നത് അത് മാത്രമേ ചെയ്യുന്നത് കാണിക്കൂ. അപ്പോൾ വീഡിയോക്ക് ലെങ്ത് ഉണ്ടാവില്ല. ഒരു 3-4 മിനിറ്റൊക്കെ ഉണ്ടാവും ഞാൻ ടൈം ലാപ്സിൽ ഇടുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടൊക്കെ വീഡിയോസ് ഉണ്ടാകും, എങ്കിലും കുറച്ച് കുറവായിരിക്കും. പിന്നെ ഞാൻ ഈ അടുത്ത് പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാതിരുന്നത്. ഉണ്ടെങ്കിൽ തന്നെ ഒരു ഇത്തിരി നേരമായിരിക്കും. അപ്പോൾ അത് ടൈം ലാപ്സിൽ ഇടുമ്പോൾ തന്നെ ഒരു 3-4 മിനിറ്റ് ഉണ്ടാവുള്ളൂ. അത് മാത്രമായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ആ ഒരു ഡേ ഞാൻ അത്ര മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഡെയിലി ഞാൻ ഇത്തിരി പഠിക്കാറുള്ളൂ. ഞാനത് മടിച്ചിട്ട്, എനിക്ക് 10 മണിക്കാണ് ഞാൻ പഠിക്കുകയില്ല രാവിലെയൊക്കെ എണീറ്റതിന് ശേഷം. അപ്പം ഞാൻ വിചാരിച്ചു ഏർലി മോർണിംഗ് എണീറ്റ് പഠിക്കാമെന്ന്. അപ്പം ഞാനങ്ങനെ രാവിലെ എണീറ്റതാണ്. 6 മണിക്ക് എണീറ്റിട്ടുണ്ട്. പക്ഷേ മെല്ലെ ഓരോ പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 6:30 ഞാൻ പഠിക്കുകയാണ്. ഞാനിപ്പോൾ പഠിക്കുന്നത് ബോട്ടണി ജസ്റ്റ് റിവൈസ് ചെയ്യാണ്. പിന്നെ കുറച്ച് പഠിക്കാനുണ്ട്. മിസ് ചോദ്യം ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ പഠിക്കുകയാണ്. ഇനി കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചാപ്റ്റർ കഴിയും. അതിന് ശേഷം ഞാൻ വിചാരിക്കുന്ന സ്കൂളിൽ കുറച്ച് മുന്നിൽ പോകാനാണ്. അതേ കാര്യം ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ മടി എന്നെ അങ്ങനെ സമ്മതിക്കുന്നില്ല അതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. മൺഡേൻ്റെയും ട്യൂസ്ഡേൻ്റെയും ഞാൻ വീഡിയോ ഇതിലിട്ടിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ തേഴ്സ്ഡേൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് പറ്റായിട്ടാണ്. ഞാനൊരു ലോഫി മ്യൂസിക്കും കൂടി കേട്ടിട്ടാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ശേഷം ഒരു പാർസൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്കത് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ചെറിയൊരു ASMR സൗണ്ടൊക്കെ ഇതിലുണ്ടാവും. ഞാൻ ഇതുവരെയായിട്ടും ഇത്രയ്ക്കും വെയിറ്റ് ചെയ്തൊരു പാർസൽ ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഡോവിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ബോഡി വാഷാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 50 ml ആണ്. ഞാൻ ആദ്യമായിട്ട് വിചാരിക്കും 50 ml ഇത്രയും ചെറുതാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇത് ഭയങ്കര ചെറുതായിപ്പോയി. അങ്ങനെ ഡോവിൻ്റെ നല്ല ക്യൂട്ട് പാക്കേജിങ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാക്കേജിങ് ഒക്കെ. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമാണ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എനിക്കിപ്പോൾ എന്തായാലും ബോഡി വാഷിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കിട്ടിയത് നന്നായിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് റെനേൻ്റെ ഒരു ബ്ലൂം എന്ന് പറഞ്ഞൊരു
മിസ്റ്റാണ്. ആക്ച്വലി എൻ്റെ മണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പ്ലമ്മിൻ്റെ എനിക്ക് ഈ അടുത്തൊരു മിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് അടിപൊളി സ്മെല്ലാണ്. ലൈക്ക് വാനില, എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്ര അടിപൊളി സ്മെല്ലാണ്. പക്ഷേ ഇതെനിക്ക് ജസ്റ്റ് ലൈക്ക് ഒരു നോർമൽ, അത്രയേ ഉള്ളൂ, വലിയൊരു രസമില്ല. അടുത്തതാണ് എൻ്റെ മെയിൻ സാധനം. റെനേൻ്റെ സ്നെയിൽ മ്യൂസിനാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒറിജിനൽ കോസാറക്സിനെ വാങ്ങിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഓയിലി സ്കിന്നിന് അത്ര നല്ലതല്ല, കാരണം ബ്രേക്കൗട്ട്സ് ഒക്കെ വരുന്നുണ്ട് ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് അത്രയും പൈസ കൊടുത്തിട്ട് വെറുതെ ബ്രേക്കൗട്ട്സ് വന്നിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനം ആവേണ്ട വിചാരിച്ച് ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ റെനേൻ്റെ ഇത് അത്യാവശ്യം ഓയിലി സ്കിന്നുകാർക്കും അടിപൊളിയൊരു സാധനമാണ്. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വന്നിട്ട് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു അണ്ടർ ഐ പാച്ചാണ്. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട്, ഇത് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ഐ പാച്ചസ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി. എനിക്കെന്താ പറയുക, ഡാർക്ക് സർക്കിൾസ് ഒരു ദിവസം കൊണ്ട് എന്തായാലും കുറയില്ല, പക്ഷെ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കണ്ണിൻ്റെ താഴത്ത്. ആൻഡ് ഇതിൻ്റെ മൂടി ഒരു വൃത്തികെട്ട മൂടിയാണ് ഗൈസ്. ഇത് തുറക്കാനേ പറ്റും. ഞാൻ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു മൂടി തുറന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പുറത്തത്തെ ഒരു പാത്രം, മീൻസ് ആ സാധനം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് വളരെ ഭയങ്കര ടൈറ്റാണ്. ഇതിൽ കാണുമ്പോൾ ഞാൻ വേഗം തുറക്കുന്നതാണെങ്കിലും ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കുറേ ബിഹൈൻഡ് ദ സീനിൽ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം. ഇത് 60 ആണ് നമ്പർ വരുന്നത് ഇതിൻ്റെ അകത്ത്. സോ അതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.